നടി ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്നാണ് പരാതി. അശ്ലീലം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റ് ആണ്? അപ്പൊ അതിനുശേഷം ഏത് പോൺ സൈറ്റ് ആണ്? അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. അല്ല പാതിരാത്രി തനിക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചുകൊണ്ട കാര്യം എന്താ താങ്കൾക്ക്? ചോദ്യം ന്യായം. അതായത് രണ്ട് കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. സംശയമൊന്നുമില്ലല്ലേ? മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീല ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം? തൂക്കിയല്ലോ നാഥ. നാലാംകിട അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? നീ എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം. ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്ന് കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണോട്. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? എന്നാ അത് കഴപ്പ്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. എന്ത് എവിഡൻസ്? അത് പെൻഡ്രൈവിലാക്കി എന്ത് പെൻഡ്രൈവ്? ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തു. പിന്നെ കോടതി കുത്തിയിരുന്ന് കാണലാണല്ലോ പണി. അതായത് ശ്വേതാ മേനോൻ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ വീഡിയോസ് എല്ലാം പോൺ സൈറ്റിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ഇടിക്കുറ്റി സായന ദിനപത്രത്തിലല്ലേ? അതുപോലെ ഇവർ കൊടുത്തിരിക്കുന്ന എവിടെ നിറങ്ങുന്ന ഇടിക്കുറ്റിയൊക്കെ പൂട്ടൂറ്റൊക്കെ എവിടെ നിറങ്ങുന്ന പത്രം? ആര് സെക്സ് വ്യാപാരം നടത്തി? കുറെ ഉടായ്പ നിറച്ചൊരു പരാതി കൊടുക്കുക കോടതിയിൽ അല്ലേ? എന്നിട്ട് കോടതിയെ ദുരുപയോഗം ചെയ്യാ താങ്കൾ അല്ലേ? നീ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കുക, എന്നിട്ട് അതിൽ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും.